നോബൽ വാരിക്കാരൻ ചേരുന്നു. നോബൽ വാർത്ത ശരിവയ്ക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ പുറത്തു വിടുന്ന വിവരങ്ങൾ ഇതൊക്കെ തെളിവുകളാണല്ലോ. അതിൽ നീരസമുണ്ടല്ലോ. ഇതെന്ത് പ്രതിഭാസം? അപ്പൊ നമ്മൾ രണ്ടും കണ്ടുകൊണ്ടിരിക്കുകയാണ്. രണ്ട് മുന്നണികളുടെ കാര്യം എടുത്താലും, പ്രത്യേകിച്ച് കടകംപള്ളി സുരേന്ദ്രന്റെ കാര്യമാണെങ്കിലും, ഉത്തരം മുട്ടുമ്പോൾ ഒരാൾ കടകം മറിയുന്നു. ഇപ്പുറത്താണെങ്കിൽ ഒരു നാടൻ പ്രയോഗം ഉണ്ടല്ലോ, ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാട്ടുക എന്നുള്ളത്. അതുപോലെ ഉത്തരം മുട്ടുമ്പോൾ ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ട വിവരങ്ങളാണോ പ്രശ്നം? എന്താണ് ഈ ന്യായീകരണത്തിൽ ഉള്ളത്? റോഷ്നി, നമ്മൾ പുറത്തുള്ള ദൃശ്യങ്ങൾ, ആ ചിത്രങ്ങൾ എല്ലാം സത്യമാണ് എന്ന് അടൂർ പ്രകാശ് തന്നെ പറയുന്നു. പക്ഷേ അങ്ങേയറ്റം അതിശയപരമായ വാക്കുകളാണ് അദ്ദേഹം ഇന്നിപ്പോൾ വാർത്താ സമ്മേളനത്തിൽ ഉപയോഗിക്കുകയും ചെയ്തത്. കാരണം സത്യമായ ദൃശ്യങ്ങൾ കണ്ടിട്ട് അദ്ദേഹം പറയുന്നത് മറ്റെന്തൊക്കെയോ പഠിച്ചു പറയുക, നമുക്കെതിരെ സംസാരിക്കുകയാണ് ചെയ്തത്. അത് മാത്രമല്ല, അദ്ദേഹം ഒന്നും എതിർക്കുകയും ചെയ്തില്ല എന്നൊരു പ്രധാനപ്പെട്ടതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അച്ഛൻ മരിച്ചപ്പോൾ വീട്ടിൽ പോയിരുന്നു, സഹോദരിയുടെ വീട്ടിൽ പോയിരുന്നു, ബാംഗ്ലൂരിലുള്ള കൂടിക്കാഴ്ച നടന്നിരുന്നു, ഒരു കവർ തനിക്ക് ലഭിച്ചിരുന്നു, അതോടൊപ്പം തന്നെ ഡേറ്റ്സ് അടങ്ങുന്ന ഒരു സമ്മാനപ്പൂ തനിക്ക് ലഭിച്ചിരുന്നു. അത്തരത്തിൽ എല്ലാ കാര്യവും അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അതിശയം, ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുന്നു എന്നൊക്കെ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ അടൂർ പ്രകാശിന്റെ കാര്യത്തിൽ യാഥാർത്ഥ്യമാണ് എന്ന് തന്നെ വേണം പറയാൻ. എം.പി. ആയ ശേഷം, ആറ്റിങ്ങൽ എം.പി. ആയ ശേഷം 2019 മുതലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയം ഉള്ളത് എന്നാണ് ഇദ്ദേഹം വ്യക്തമാക്കുന്നത്. അതിനുശേഷം ശബരിമല അന്നദാനവുമായി ബന്ധപ്പെട്ട് ക്ഷണിച്ചപ്പോൾ അവിടെ പോയിട്ട്, അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അച്ഛൻ മരിച്ചപ്പോൾ താൻ സ്ഥലത്തില്ലായിരുന്നു. പിന്നീട് താൻ ആ വീട്ടിൽ പോയി, സഹോദരിയുടെ മകളുടെ കല്യാണത്തിൽ താൻ അവിടെ പോയിട്ട് KPCC മറ്റൊരു വനിതാ നേതാവിന് ഒപ്പമാണ് താൻ അവിടെ പോയത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഇദ്ദേഹം വ്യക്തമാക്കുന്നു. ബാംഗ്ലൂരിൽ അടൂർ പ്രകാശ് എത്തിയപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയോ അടൂർ പ്രകാശ് അവിടെ ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് അവിടേക്ക് വരികയായിരുന്നു ചെയ്തത് എന്നാണ് അടൂർ പ്രകാശ് വ്യക്തമാക്കുന്നത്. എന്താണെങ്കിലും അദ്ദേഹം ഈ പറഞ്ഞ, നമ്മളിപ്പോൾ റഹീസ് അടക്കം നൽകിയ ഈ വാർത്തയിലെ വിശദാംശങ്ങൾ എല്ലാം സത്യമാണെന്നും അത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ആ വാർത്ത നൽകിയുള്ള നീരസം അദ്ദേഹത്തിനുണ്ട്. കാരണം നേരത്തെ റോഷ് സൂചിപ്പിച്ച പോലെ കടകംപള്ളി ഇക്കാര്യം പറയുമ്പോൾ കടകം പറയുന്ന പോലെ തന്നെ അടൂർ പ്രകാശ് എന്താണെങ്കിലും ഈ സത്യമായ വാർത്തകൾ കേൾക്കുമ്പോൾ അദ്ദേഹത്തെ ഒട്ടും ദഹിക്കുന്നില്ല. പ്രത്യേകിച്ച് UDF-നെ സംബന്ധിച്ച് ഈ സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിലടക്കം വലിയൊരു പ്രചാരണ വിഷയമാണ്. സ്വാഭാവികമായി UDF-ന്റെ കൺവീനർ തന്നെ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയുമായി നേരത്തെ സോണിയാഗാന്ധിയുടെ വസതിയിൽ ഉള്ള കൂടിക്കാഴ്ചയിൽ അടൂർ പ്രകാശ് ഉണ്ടായിരുന്നു. ബാംഗ്ലൂരിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ അടൂർ പ്രകാശ് ഉണ്ട്. കേരളത്തിന് പുറത്തടക്കം ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം അടൂർ പ്രകാശ് പലതവണ കൂടിക്കാഴ്ച നടത്തിയെന്ന് പറയുന്ന വാർത്ത വരുമ്പോൾ സ്വാഭാവികമായി UDF-ന്റെ പ്രചരണത്തിലടക്കം മുന്നേറുന്ന സാഹചര്യമുണ്ട്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് അടൂർ പ്രകാശ് ഈ നീരസം പ്രകടിപ്പിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പക്ഷേ അപ്പോഴും നമ്മുടെ വാർത്തകൾ അത് സത്യമായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ വിശ്വാസ്യത. റോഷ്നി, നോബൽ മാരിക്കാരനാണ് വിശദാംശങ്ങൾ നൽകിയത്. അതിപ്പോൾ മുന്നണി വ്യത്യാസമില്ലാതെ, കക്ഷി രാഷ്ട്രീയമില്ലാതെ തന്നെ തെളിവുകൾ പുറത്തുവിടുകയാണ്. റിപ്പോർട്ടർ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട, സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തന്നെ നിരവധി വിവരങ്ങൾ, വാർത്തകൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചു കഴിഞ്ഞു. അതിലിപ്പോൾ കടകം മറിഞ്ഞാലും ഇപ്പുറത്ത് നീരസം പ്രകടിപ്പിച്ചാലും തെളിവുകൾ തന്നെയാണ്.